ഭാരത് ജോഡോ ന്യായ് യാത്ര ബംഗാളിൽ. കോൺഗ്രസുമായി സഖ്യത്തിനില്ലെന്ന മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ പ്രഖ്യാപനത്തിനിടെ ഭാരത് ജോഡോ ന്യായ് യാത്ര ഇന്ന് ബംഗാളിൽ. മമതാ ബാനർജിയുമായി രാഹുൽ ഗാന്ധി കൂടിക്കാഴ്ച നടത്തിയേക്കും. അതിനിടെ ജോഡോ ന്യായ് യാത്രയ്ക്കെതിരെ ഗുരുതര ആരോപണവുമായി അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ രംഗത്തെത്തി. അയോധ്യ പ്രതിഷ്ഠയോടനുബന്ധിച്ച് അസമിൽ വർഗീയ കലാപം നടത്താൻ ഗൂഢാലോചന നടത്തിയെന്നാണ് ആരോപണം. അസമിൽ യാത്രയ്ക്കിടെ ഉണ്ടായ സംഘർഷങ്ങളിൽ രാഹുൽ ഗാന്ധിക്കെതിരെ എടുത്ത കേസ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന് കൈമാറി. വിവരങ്ങളുമായി ബൽറാം നെടുങ്ങാടി ചേരുകയാണ്. ബൽറാം, ഈ ന്യായ് യാത്ര ബംഗാളിലേക്ക് കടക്കുമ്പോൾ ഇന്ത്യ മുന്നണി നേരിടുന്ന പ്രതിസന്ധികളും വെല്ലുവിളികളും എന്തൊക്കെയാണ്? വേണു, യഥാർത്ഥത്തിൽ ഈ ഭാരത് ജോഡോ ന്യായ് യാത്ര പ്രഖ്യാപിക്കുന്ന ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആഘോഷമാക്കേണ്ട ഒരു സാഹചര്യമായിരുന്നു ഇന്നത്തേത് എന്നുള്ളത്. കാരണം വടക്ക് കിഴക്കിലെ സംസ്ഥാനങ്ങൾ പിന്നിട്ടുകൊണ്ട് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ തൃണമൂൽ കോൺഗ്രസ് ഭരിക്കുന്ന ബംഗാളിലേക്കാണ് ഇന്ന് യാത്ര എത്തിയത്. ബംഗാളിലെ അതിർത്തിയിൽ വെച്ച് കൂച്ച് ബിഹാറിൽ വെച്ച് വലിയ വരവേൽപ്പ് തന്നെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള യാത്രയ്ക്ക് ലഭിച്ചു. പതാക കൈമാറൽ ചടങ്ങും മറ്റും വലിയ ആഘോഷമായി തന്നെ നടത്തിയെങ്കിൽ പോലും ഈ ബംഗാളിലെ ഏറ്റവും വലിയ സഖ്യകക്ഷികളായ തൃണമൂൽ കോൺഗ്രസ്, CPIM എന്നിവരെ ഈ യാത്രയ്ക്ക് ക്ഷണിച്ചിരുന്നു. യാത്ര എത്തുന്നതിന് തൊട്ടു മുമ്പാണ് തൃണമൂൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നും ഭാരത് ജോഡോ യാത്രയിൽ തന്നെ ക്ഷണിച്ചിട്ട് പോലുമില്ല എന്നും വ്യക്തമാക്കിക്കൊണ്ട് മമതാ ബാനർജി രംഗത്തെത്തിയത്. മമതയുമായുള്ള അനുനയ സാധ്യതകൾ അന്വേഷിക്കുകയാണ് ഈ ഘട്ടത്തിൽ കോൺഗ്രസ് എന്നുള്ളത്. ഇന്ന് ബംഗാളിലെത്തിയ ശേഷം നാളെയും മറ്റന്നാളും യാത്രയ്ക്ക് അവധിയാണ്. ആ ഘട്ടത്തിൽ രാഹുൽ ഗാന്ധി അടക്കമുള്ള മുതിർന്ന നേതാക്കൾ മമതാ ബാനർജിയുമായി ചർച്ചകൾക്കുള്ള സാധ്യതകൾ തേടും. ഏറ്റവും ഒടുവിൽ ജയറാം രമേശ് വ്യക്തമാക്കിയതും മമതാ ബാനർജി ഇന്ത്യ മുന്നണിയുടെ അവിഭാജ്യ ഘടകമാണ്, ഇന്ത്യയിലെ തന്നെ ഏറ്റവും തലമുതിർന്ന നേതാവാണ്. അതുകൊണ്ട് തന്നെ മമതയുമായി ചർച്ചകളിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും എന്ന പ്രതീക്ഷ തനിക്കുണ്ട് എന്നുള്ളതാണ്. കാരണമായി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് BJPക്കെതിരായ പോരാട്ടമാണ് കോൺഗ്രസിൻ്റെയും തൃണമൂൽ കോൺഗ്രസിൻ്റെയും ലക്ഷ്യം എന്നുള്ളതാണ്. അതേസമയം ഈ ചർച്ചകൾ എത്രത്തോളം ഫലം കാണും എന്നുള്ളത് ഇനിയും കാത്തിരിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. 2 സീറ്റ് എന്ന മമതയുടെ വാഗ്ദാനം ഒരു ഘട്ടത്തിലും അംഗീകരിക്കാൻ ബംഗാളിലെ കോൺഗ്രസ് തയ്യാറല്ല. കാരണം മമതയില്ലാതെ ഒറ്റയ്ക്ക് മത്സരിച്ചാൽ തന്നെ തങ്ങൾക്ക് ആ 2 സീറ്റുകൾ, നിലവിലുള്ള മാൾഡ സൗത്തും ബഹരംപൂർ എന്നീ 2 സീറ്റുകൾ ലഭിക്കും എന്നുള്ളതാണ് സംസ്ഥാന അധ്യക്ഷൻ അധിർ രഞ്ജൻ ചൗധരിയുടെ നിലപാട് എന്നുള്ളത്. കൂടാതെ തൃണമൂലുമായി സഹകരിക്കാൻ കഴിയില്ല എന്ന ഉറച്ച നിലപാട് തന്നെ അദ്ദേഹം ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. സംസ്ഥാന ഘടകത്തെ അവഗണിച്ചുകൊണ്ട് വേണം ഇപ്പോൾ ദേശീയ നേതൃത്വത്തിന് മമതയുമായി ചർച്ച നടത്താനും മമത ആവശ്യപ്പെട്ടതുപോലെ മറ്റൊരു ഉപാധിയായ അസമിലോ മേഘാലയയിലോ സീറ്റുകൾ നൽകാനും എന്നുള്ളത്. അത്തരത്തിലുള്ള സാധ്യതകൾ ഉൾപ്പെടെ കോൺഗ്രസ് പരിശോധിച്ചു വരുന്നു എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയമാണ് ഭാരത് ജോഡോ ന്യായ് യാത്രയുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത കേസുകൾ അത് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന് വിട്ടതിനുള്ള കാരണം വിശദീകരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി രംഗത്തെത്തിയിരിക്കുന്നത്. കടുത്ത ആരോപണങ്ങൾ അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നു. അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനത്തിൽ അസമിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ, വർഗീയ സംഘർഷമുണ്ടാക്കാൻ ഭാരത് ജോഡോ ന്യായ് യാത്രയിലൂടെ ലക്ഷ്യം വെച്ചിരുന്നു എന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത്. അസമിലെ ജനങ്ങളും BJP പ്രവർത്തകരും സംയമനം പാലിച്ചതുകൊണ്ടാണ് ആ പ്രശ്നങ്ങൾ ഒഴിവാക്കിയത് എന്നും ഇതിന് കടുത്ത തിരിച്ചടി തന്നെ അസമിലെയും രാജ്യത്തെയും ജനങ്ങൾ രാഹുൽ ഗാന്ധിക്ക് നൽകും എന്നുള്ളതുമാണ് ഹിമന്ത ബിശ്വ ശർമ്മയുടെ പ്രതികരണം. വേണു. ബൽറാം തുടരുക. മറ്റൊരു വാർത്തയുടെ വിവരങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. ബീഹാറിൽ രാഷ്ട്രീയ നീക്കവുമായി BJP. ആഭ്യന്തരമന്ത്രി അമിത്ഷാ ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറുമായി ഫോണിൽ സംസാരിച്ചതായി റിപ്പോർട്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ബീഹാറിലെ സാഹചര്യങ്ങൾ ചർച്ച ചെയ്തു. ഭാരത് ജോഡോ യാത്രയിൽ പങ്കെടുക്കാനുള്ള കോൺഗ്രസ് ക്ഷണം നിതീഷ് കുമാർ സ്വീകരിച്ചിരുന്നില്ല. അതിനിടെ നിതീഷിനെ വിമർശിച്ച് ലാലു പ്രസാദ് യാദവിന്റെ മകൾ രോഹിണി ആചാര്യ രംഗത്തെത്തി. കാറ്റുപോലെ രാഷ്ട്രീയം മാറുന്ന രാഷ്ട്രീയ സോഷ്യലിസ്റ്റ് നേതാവാണ് നിതീഷ് കുമാർ എന്നായിരുന്നു വിമർശനം. ഈ വാർത്തയുടെ വിശദാംശങ്ങളും ബൽറാം നെടുങ്ങാടി നൽകും. ബൽറാം, എന്താണ് നിതീഷ് കുമാറിന്റെ നീക്കം? വേണു, ഏറ്റവും ഒടുവിൽ ബീഹാറിൽ നിന്നും ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് നിതീഷ് കുമാർ BJPയുമായി വീണ്ടും ചർച്ചകൾ നടത്തിയിരിക്കുന്നു. NDAയിലേക്ക് തിരിച്ചെത്താൻ തന്നെയാണ് നിതീഷിന്റെ നീക്കങ്ങൾ എന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. എന്നാൽ നിതീഷിന് മുന്നിൽ ഈ ഘട്ടത്തിൽ BJP ചില ഉപാധികൾ വെച്ചതായുള്ള സൂചനകളും പുറത്തു വരുന്നുണ്ട്.
രണ്ട് ഉപാധികളാണ്. മുന്നണിയിലേക്ക് എത്തും മുമ്പ് നിതീഷ് കുമാർ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കണം. മറ്റൊരു ഉപാധി എന്നുള്ളത് മടങ്ങിയെത്തിയാലും നിതീഷ് കുമാർ മുഖ്യമന്ത്രി ആകരുത് എന്നുള്ളതാണ് രണ്ട് ഉപാധികൾ. അത് നിതീഷ് അംഗീകരിക്കുമോ എന്നുള്ളത് ഇനി അറിയേണ്ടതുണ്ട്. RJDയും JDUവും തമ്മിൽ ദിവസങ്ങളായി പ്രശ്നങ്ങളുണ്ട്. ഇതിന്റെ തുടർച്ചയായി തന്നെ അട്ടിമറിക്കാൻ RJDയുടെ നേതൃത്വത്തിൽ നീക്കങ്ങൾ നടത്തുന്നു എന്ന തരത്തിൽ ഉള്ള സൂചനകൾ ലഭിച്ചതിനെ തുടർന്നാണ് തന്റെ പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ ലാലൻ സിംഗിനെ മാറ്റുന്ന നടപടി അദ്ദേഹത്തിന്റെ നിതീഷ് കുമാറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. എന്നാൽ അതിന്റെ തുടർച്ചയായി പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ചർച്ചകൾ നടത്തിയതായുള്ള റിപ്പോർട്ടുകൾ വന്നെങ്കിലും ഏറ്റവും ഒടുവിൽ കർപ്പൂരി താക്കൂറിന് ഭാരത് രത്ന നൽകിയത് വീണ്ടും ഒരു വിഷയമായി ഉയർന്നു വന്നിരിക്കുന്നു. കർപ്പൂരി താക്കൂറിനെ സ്ഥിരമായി വിമർശിച്ചിരുന്ന അവഹേളിച്ചിരുന്ന നേതാവാണ് ലാലു പ്രസാദ് യാദവ് എന്നാണ് BJP നേതൃത്വം ഈ പുരസ്കാര പ്രഖ്യാപനത്തിന് പിന്നാലെ തുറന്നടിച്ചത്. ഈ ഭാരത് രത്നയുടെ പേരിൽ കർപ്പൂരി താക്കൂറിന്റെ രണ്ട് ശിഷ്യരായ നിതീഷ് കുമാറിനെയും ഒപ്പം തന്നെ ലാലു പ്രസാദ് യാദവിനെയും തമ്മിൽ തെറ്റിക്കുക എന്ന ഉള്ള ഒരു ലക്ഷ്യത്തിലേക്ക് BJP നീങ്ങുന്നുവെന്നും നിതീഷ് അതിൽ ഒരു പരിധിവരെ വശംവദനായിരിക്കുന്നു എന്നുള്ളതുമാണ് ബീഹാർ രാഷ്ട്രീയത്തിൽ നിന്നും ലഭ്യമാകുന്ന സൂചനകൾ. ഏറ്റവും നിതീഷ് കുമാർ പരസ്യമായ വേദിയിൽ തന്നെ കർപ്പൂരി താക്കൂറിനെ പ്രകീർത്തിച്ചുകൊണ്ട് താനും കർപ്പൂരി താക്കൂറും കുടുംബ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നവരല്ല, തന്റെ കുടുംബാംഗങ്ങൾക്ക് യാതൊരു പദവിയും നൽകാൻ ശ്രമിച്ചിട്ടില്ല, എന്നാൽ ഇവിടെ ചിലർ സ്വന്തം കുടുംബാംഗങ്ങളുടെ അഭിവൃദ്ധി മാത്രമാണ് ശ്രമിക്കുന്നത് എന്ന ലാലു പ്രസാദ് യാദവിനെയും കുടുംബത്തെയും ലക്ഷ്യം വെച്ചുകൊണ്ട് പരസ്യമായ പരാമർശം നടത്തിയിരുന്നു. ഇതിനെതിരെ ലാലുവിന്റെ മകൾ രോഹിണി ആചാര്യ എക്സ് അക്കൗണ്ടിലൂടെ പ്രതികരണം നടത്തി. കാറ്റുപോലെ രാഷ്ട്രീയം മാറുന്ന സോഷ്യലിസ്റ്റ് നേതാവാണ് നിതീഷ് കുമാർ എന്നും സ്വന്തം തെറ്റുകളും കുറവുകളും മനസ്സിലാക്കാൻ കഴിയാത്ത അദ്ദേഹം മറ്റുള്ളവർക്ക് നേരെ ചെളി വാരി എറിയുകയാണ് എന്നുള്ള പ്രതികരണം രോഹിണി നടത്തിയിരുന്നു. പിന്നീട് സ്വയം ആ പോസ്റ്റ് നീക്കം ചെയ്തു. എന്നാൽ ഇത്തരത്തിൽ മകളുടെ ഭാഗത്തു നിന്നും ഒരു കടുത്ത പരാമർശമുണ്ടായിട്ടും അതിനെതിരെ അല്ലെങ്കിൽ അതിൽ രോഹിണിക്കെതിരെ യാതൊരു പ്രതികരണവും ലാലുവിൻ്റെയോ തേജസ്വിയുടെയോ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്ന പരാതി JDUവിന് ഉണ്ട്. നിതീഷിന് അക്കാര്യത്തിൽ വലിയ അതൃപ്തിയുണ്ട് എന്നാണ് അറിയുന്നത്. ഇത് നിലനിൽക്കുന്നതിനിടെയാണ് അമിത്ഷാ നിതീഷ് കുമാറുമായി ചർച്ച നടത്തുകയും ആഭ്യന്തരമന്ത്രിയും പ്രധാനമന്ത്രിയും തമ്മിൽ ബീഹാറിലെ സാഹചര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. ഇതിനകം എന്നാൽ നിതീഷിന് ഇത്തരത്തിൽ പെട്ടെന്ന് തീരുമാനമെടുക്കാൻ ഒരു പ്രധാന തടസ്സമായി മാറുന്നത് RJDക്ക് ഒപ്പം നിൽക്കുന്ന ഒരു വിഭാഗം MLA മാർ ഇപ്പോഴും JDUവിലുണ്ട് എന്നുള്ളതാണ്. അത്തരത്തിൽ ഒരു കടുത്ത പ്രതിസന്ധിയിൽ നിൽക്കുകയാണ് നിലവിൽ ബീഹാർ രാഷ്ട്രീയം എന്നാണ് ഏറ്റവും ഒടുവിൽ വരുന്ന സൂചനകളും വ്യക്തമാക്കുന്നത്. വേണു. ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിശദമായ വിവരങ്ങൾ നൽകിയത്.